ആദ്യത്തെ ചോദ്യം, ബ്രെയിൻ സ്റ്റോമിങ്ങിന് രൂപം നൽകിയത് ആരാണ്? ഉത്തരം ഓസ്ബ്രോൺ. ഓസ്ബ്രോൺ ആണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന് രൂപം നൽകിയത്. രണ്ടാമത്തെ ചോദ്യം, അനേകം ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് ആഗമന രീതി. അനേകം ഉദാഹരണങ്ങൾ പരിശോധിച്ച് ഒരു സാമാന്യ തത്വത്തിൽ എത്തിച്ചേരുന്ന രീതിയാണ് ആഗമന രീതി. അടുത്ത ചോദ്യം, ആഗമന രീതി, നിഗമന രീതി, ഗവേഷണ രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്നപരിഹാര രീതി എന്നിവയെല്ലാം അധ്യാപന രീതികളാണ്, അതായത് ടീച്ചിങ് മെത്തേഡ്സ്. ആഗമന രീതി, നിഗമന രീതി, ഗവേഷണ രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്നപരിഹാര രീതി എന്നിവയെല്ലാം അധ്യാപന രീതികളാണ്, അതായത് ടീച്ചിങ് മെത്തേഡ്സ് ആണ്. അടുത്ത ചോദ്യം, സർഗപരതയിൽ പല ഇനങ്ങളെ സമന്വയിപ്പിച്ച് പുതിയ ഘടനകൾ രൂപവൽക്കരിക്കുന്നതോ പരസ്പരം ബന്ധമില്ലാതെ ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന കൊളുത്തുകൾ കണ്ടെത്തുന്ന പ്രക്രിയയോ ആണ് സൈനറ്റിക്സ്. അപ്പോൾ എന്താണ് സൈനറ്റിക്സ്? സർഗപരതയിൽ പല ഇനങ്ങളെ സമന്വയിപ്പിച്ച് പുതിയ ഘടനകൾ രൂപവൽക്കരിക്കുന്നതോ പരസ്പരം ബന്ധമില്ലാതെ ഘടകങ്ങളെ കൂട്ടിയിണക്കുന്ന കൊളുത്തുകൾ കണ്ടെത്തുന്ന പ്രക്രിയയോ ആണ് സൈനറ്റിക്സ്. അടുത്ത ചോദ്യം, പ്രശ്നത്തിൽ രൂപഭേദം വരുത്തുകയോ അതിനെ ഒരു പുതിയ വീക്ഷണകോണിലൂടെ പരിശോധിക്കുകയോ ചെയ്യുന്ന രീതിയാണ് പാർശ്വസ്ഥ ചിന്തനം. അപ്പോൾ പാർശ്വസ്ഥ ചിന്തനം എന്ന് പറഞ്ഞാൽ പ്രശ്നത്തിൽ രൂപഭേദം വരുത്തുകയോ അതിനെ ഒരു പുതിയ വീക്ഷണകോണിലൂടെ പരിശോധിക്കുകയോ ചെയ്യുന്ന രീതിയാണ് പാർശ്വസ്ഥ ചിന്തനം. അടുത്ത ചോദ്യം, അസാധാരണ പഠിതാക്കൾ സാധാരണ പഠിതാക്കൾക്കൊപ്പം ഭാഗികമായോ പൂർണ്ണമായോ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് സംയോജിത വിദ്യാഭ്യാസം അഥവാ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അസാധാരണ പഠിതാക്കൾ സാധാരണ പഠിതാക്കൾക്കൊപ്പം ഭാഗികമായോ പൂർണ്ണമായോ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസ പരിപാടിയാണ് സംയോജിത വിദ്യാഭ്യാസം അഥവാ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, ന്യൂനപക്ഷങ്ങളുടെയും അവശ സമൂഹങ്ങളുടെയും വിദ്യാഭ്യാസ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 46-ാം വകുപ്പ്. അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെയും അവശ സമൂഹങ്ങളുടെയും വിദ്യാഭ്യാസ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് 46-ാം വകുപ്പ്. അടുത്ത ചോദ്യം, സർഗശേഷി അളക്കാൻ സഹായിക്കുന്ന ശോധകമാണ് വല്ലാഷ് ആൻഡ് കോറൽ ക്രിയേറ്റീവ് തിങ്കിങ്. സർഗശേഷി അളക്കാൻ സഹായിക്കുന്ന ശോധകമാണ് വല്ലാഷ് ആൻഡ് കോറൽ ക്രിയേറ്റീവ് തിങ്കിങ്. ഒരു സംഘത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം ഗാഢമായ മുഖാഭിമുഖ ബന്ധം ഉണ്ടായിരിക്കുന്നതാണ് പ്രൈമറി സംഘങ്ങൾ. അപ്പോൾ എന്താണ് പ്രൈമറി സംഘങ്ങൾ? ഒരു സംഘത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം ഗാഢമായ മുഖാഭിമുഖ ബന്ധം ഉണ്ടായിരിക്കുന്നതാണ് പ്രൈമറി സംഘങ്ങൾ. അടുത്തത്, കുടുംബം, സമവയസ്ക സംഘം എന്നിവ എന്തിനുദാഹരണമാണ്? പ്രൈമറി സംഘങ്ങൾക്ക് ഉദാഹരണമാണ്. പ്രൈമറി സംഘങ്ങളാണ് കുടുംബം, സമവയസ്ക സംഘം എന്നിവയൊക്കെ. അടുത്തത്, സംഘങ്ങളെ അകസംഘങ്ങളെന്നും പുറം സംഘങ്ങളെന്നും വേർതിരിച്ചതാരാണ്? സംഘങ്ങളെ അകസംഘങ്ങളെന്നും പുറസംഘങ്ങൾ എന്നും വേർതിരിച്ചത് ആരാണ്? ഉത്തരം വില്യം ഗ്രഹാം സംനറാണ്, WG സംനർ. അടുത്ത ചോദ്യം, സ്കൂളിൽ നേതൃത്വഗുണം വികസിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗമാണ് സ്കൗട്ട്, NCC, സ്കൂൾ പാർലമെൻറ്റ്, ക്ലാസ് ലീഡർ എന്നിവ. സ്കൂളിൽ നേതൃത്വഗുണം വികസിപ്പിക്കാൻ സഹായിക്കുന്ന മാർഗമാണ് സ്കൗട്ട്, NCC, സ്കൂൾ പാർലമെൻറ്റ്, ക്ലാസ് ലീഡർ എന്നിവ. അതിപ്രാവീണ്യ പഠനം അഥവാ നിപുണന പഠനം അവതരിപ്പിച്ചത് ആരാണ്? ബെഞ്ചമിൻ എസ് ബ്ലൂമാണ്. അതിപ്രാവീണ്യ പഠനം അഥവാ നിപുണന പഠനം ആരംഭിച്ചത് ബെഞ്ചമിൻ എസ് ബ്ലൂമാണ്. ബോധന രീതി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം. അപ്പം ബോധന രീതി വിദ്യാർത്ഥി കേന്ദ്രീകൃതമായിരിക്കണം. മറവിയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് അത്യധിഗമം. മറവിയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല മാർഗമാണ് അത്യധിഗമം. അധ്യയനത്തിൻ്റെ മാതാവും മാതാമഹിയും ശ്രദ്ധയും താൽപ്പര്യവുമാണ്. അധ്യയനത്തിൻ്റെ മാതാവും മാതാമഹിയും ശ്രദ്ധയും താൽപ്പര്യവുമാണ്. ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി എന്നിവ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠനരീതികളാണ്. അപ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ പഠന രീതികളാണ് ആത്മപരിശോധനാ രീതി, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ രീതി എന്നിവ. ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് പരീക്ഷണ രീതി. അപ്പോൾ ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതിയാണ് പരീക്ഷണ രീതി.
പാഠഭാഗം, ഉദ്ദേശ്യം, ചോദ്യരൂപം ഏകീകരിക്കപ്പെടുത്തുന്ന ഒരു ത്രിമാന പട്ടികയാണ് ബ്ലൂ പ്രിൻ്റ്. അപ്പോൾ എന്താണ് ബ്ലൂ പ്രിൻ്റ്? പാഠഭാഗം, ഉദ്ദേശ്യം, ചോദ്യരൂപം ഇവയെല്ലാം ഏകീകരിക്കപ്പെടുന്ന ഒരു ത്രിമാന പട്ടികയാണ് ബ്ലൂ പ്രിൻ്റ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയും ധർമ്മവും ഏകോപിപ്പിച്ചാണ് മനഃശാസ്ത്ര തത്വങ്ങൾ ആവിഷ്കരിക്കേണ്ടതെന്ന് വാദിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഘടനയും ധർമ്മവും ഏകോപിപ്പിച്ചാണ് മനഃശാസ്ത്ര തത്വങ്ങൾ ആവിഷ്കരിക്കേണ്ടതെന്ന് വാദിച്ച മനഃശാസ്ത്ര വിഭാഗമാണ് ഹോളിസ്റ്റിക് മനഃശാസ്ത്രം. കുട്ടികളുടെ പ്രായം, പഠന സന്നദ്ധത, സാഹചര്യം, മുൻപരിചയം എന്നിവ പഠനത്തെ സ്വാധീനിക്കുന്നു. ഇതാണ് വൈയക്തിക ചരങ്ങൾ. അപ്പോൾ എന്താണ് വൈയക്തിക ചരങ്ങൾ? കുട്ടിയുടെ പ്രായം, പഠന സന്നദ്ധത, സാഹചര്യം, മുൻപരിചയം എന്നിവ പഠനത്തെ സ്വാധീനിക്കുന്നു. ഇതാണ് വൈയക്തിക ചരങ്ങൾ. വസ്തുനിഷ്ഠത കുറഞ്ഞതും ആത്മനിഷ്ഠത കൂടിയതുമായ ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. വസ്തുനിഷ്ഠത കുറഞ്ഞതും ആത്മനിഷ്ഠത കൂടിയതുമായ ചോദ്യങ്ങളാണ് ഉപന്യാസ മാതൃകാ ചോദ്യങ്ങൾ. ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞതാരാണ്? തൊണ്ടേക്കാണ്. ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞത് തൊണ്ടേക്കാണ്. ആദ്യം പഠിച്ചവ പിന്നീട് പഠിച്ചവയുടെ സ്വാധീനത്താൽ മറക്കുന്നതാണ് പൂർവ പ്രഭാവി നിരോധനം. ആദ്യം പഠിച്ചവ പിന്നീട് പഠിച്ചവയുടെ സ്വാധീനത്താൽ മറക്കുന്നതാണ് പൂർവ പ്രഭാവി നിരോധനം. പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള ശോധകമാണ് നിദാന ശോധകം. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള ശോധകമാണ് നിദാന ശോധകം. കുട്ടിയുടെ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവ് നൽകണമെന്ന് പറഞ്ഞത് ഹെർബർട്ട് സ്പെൻസറാണ്. കുട്ടിയുടെ മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ അറിവ് നൽകണമെന്ന് പറഞ്ഞത് ഹെർബർട്ട് സ്പെൻസറാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥത്തിൽ ഗാർഡനർ അവതരിപ്പിച്ച ആശയം ബഹുമുഖ ബുദ്ധിശക്തിയാണ്. അപ്പോൾ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന ഗ്രന്ഥം ഗാർഡനറാണ് എഴുതിയത്. അതിലുള്ള ആശയം ബഹുമുഖ ബുദ്ധിശക്തിയാണ്. ഫ്രോയിഡിൻ്റെ വികസന തത്വങ്ങളെ പുനഃപരിശോധിച്ച് സമൂഹ വീക്ഷണത്തോടു കൂടിയ നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് എറിക്സൺ ആണ്. ഫ്രോയിഡിൻ്റെ വികസന തത്വങ്ങളെ പുനഃപരിശോധിച്ച് സമൂഹ വീക്ഷണത്തോടു കൂടിയ നവീന സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് എറിക്സൺ ആണ്. പരികൽപ്പനകൾ എന്നത് താൽക്കാലിക പരിഹാര പ്രസ്താവനകളാണ്. പരികൽപ്പനകൾ എന്നത് താൽക്കാലിക പരിഹാര പ്രസ്താവനകളാണ്. ബെഞ്ചമിൻ ബ്ലൂം ബുദ്ധിമണ്ഡലത്തെ 6ആയി തിരിച്ചപ്പോൾ മാനുഷിക മൂല്യങ്ങൾ ഉൾപ്പെടുന്നത് ഏതിലാണ്? വൈകാരിക മണ്ഡലത്തിൽ. മാനുഷിക മൂല്യങ്ങൾ വൈകാരിക മണ്ഡലത്തിലാണ് ബെഞ്ചമിൻ എഫ് ബ്ലൂം തൻ്റെ ബുദ്ധിമണ്ഡലത്തെ 6ആയി തിരിച്ചപ്പോൾ ഉൾപ്പെടുത്തിയത്. തൊഴിൽ പരിശീലനം നൽകുന്ന അധ്യാപകനുമായി സഹകരിച്ച് ശാസ്ത്രബോധനം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശാസ്ത്ര ക്ലബ്ബുകൾ. തൊഴിൽ പരിശീലനം നൽകുന്ന അധ്യാപകനുമായി സഹകരിച്ച് ശാസ്ത്രബോധനം നൽകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ശാസ്ത്ര ക്ലബ്ബുകൾ. അധ്യാപനത്തിലൂടെ കുട്ടിയിൽ വരുത്തുന്ന സ്വഭാവ വ്യതിയാനമാണ് ഉദ്ദേശ്യങ്ങൾ. അധ്യാപനത്തിലൂടെ കുട്ടിയിൽ വരുത്തുന്ന സ്വഭാവ വ്യതിയാനമാണ് ഉദ്ദേശ്യങ്ങൾ. അഭിവൃദ്ധി സ്കെയിലിൽ, അതായത് ആറ്റിറ്റ്യൂഡ് സ്കെയിൽ കൊണ്ട് അളക്കുന്നത് എന്താണ്? അഭിഭാവ സിദ്ധാന്തമാണ്. അഭിവൃദ്ധി സ്കെയിലിൽ അളക്കുന്നത് അഭിഭാവ സിദ്ധാന്തമാണ്. കെംസ്റ്റഡി സീരീസ് എന്ന പാഠ്യപദ്ധതി സഹായിക്കുന്നത് എന്തിനാണ്? ആഗമന രീതിയിൽ ബോധനം നടത്തുന്നതിന്. കെംസ്റ്റഡി സീരീസ് എന്ന പാഠ്യപദ്ധതി സഹായിക്കുന്നത് ആഗമന രീതിയിൽ ബോധനം നടത്തുന്നതിനാണ്. അടുത്തത്, സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിവരം നൽകാൻ സോഫി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബ്രാഞ്ചിങ് പ്രോഗ്രാമാണ്. സ്ത്രീ വിദ്യാഭ്യാസത്തെക്കുറിച്ച് വിവരം നൽകാൻ സോഫി എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ബ്രാഞ്ചിങ് പ്രോഗ്രാമാണ്. യുക്തിപൂർവം ചിന്തിക്കുന്നതും ഉത്തരവാദിത്വബോധം, ആത്മവിശ്വാസം, പരിശ്രമശീലം എന്നിവ വളർത്തുന്നതിനും സഹായിക്കുന്ന രീതിയാണ് ഗവേഷണ രീതി. യുക്തിപൂർവം ചിന്തിക്കുന്നതും ഉത്തരവാദിത്വബോധം, ആത്മവിശ്വാസം, പരിശ്രമശീലം എന്നിവ വളർത്തുന്നതിനും സഹായിക്കുന്ന രീതിയാണ് ഗവേഷണ രീതി. പാരമ്പര്യത്തെക്കുറിച്ച് പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ഉത്തരം ലാമാർക്കാണ്. പാരമ്പര്യത്തെക്കുറിച്ച് പഠന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ലാമാർക്കാണ്. അടുത്ത ചോദ്യം, മാതാവ് കുട്ടികളുടെ നേഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണെന്ന് പ്രസ്താവിച്ചതാരാണ്? റൂസ്സോയാണ്. റൂസ്സോയാണ് മാതാവ് കുട്ടികളുടെ നേഴ്സും പിതാവ് അവരുടെ അധ്യാപകനുമാണ് എന്ന് പ്രസ്താവിച്ചത്.
നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നിർമ്മിക്കപ്പെട്ട സ്വയം പര്യാപ്തമായ യൂണിറ്റുകളാണ് ബോധന യൂണിറ്റുകൾ. നിർദ്ദിഷ്ട ലക്ഷ്യങ്ങൾ നേടുന്നതിനായി നിർമ്മിക്കപ്പെട്ട സ്വയം പര്യാപ്തമായ യൂണിറ്റുകളാണ് ബോധന യൂണിറ്റുകൾ. കളിയിലൂടെ മാത്രം കാര്യം അറിയാനാവില്ല, വിദ്യ വേദനയിലൂടെയേ നേടാനാവൂ എന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ്. കളിയിലൂടെ മാത്രം കാര്യം അറിയാനാവില്ല, വിദ്യ വേദനയിലൂടെയേ നേടാനാവൂ എന്ന് അഭിപ്രായപ്പെട്ടത് അരിസ്റ്റോട്ടിലാണ്. പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു അധ്യാപകന് പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവമാണ് ജിജ്ഞാസ. പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു അധ്യാപകന് പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവമാണ് ജിജ്ഞാസ. കുട്ടികളുടെ നേട്ടം വിലയിരുത്തുന്നതിനുള്ള ഒരു പരീക്ഷയിൽ 70% ചോദ്യങ്ങളും ശരാശരി കാഠിന്യം ഉള്ളതായിരിക്കണം. കുട്ടികളുടെ നേട്ടം വിലയിരുത്തുന്നതിനുള്ള ഒരു പരീക്ഷയിൽ 70% ചോദ്യങ്ങളും ശരാശരി കാഠിന്യം ഉള്ളതായിരിക്കണം. അടുത്തത്, പഠനാനുഭവങ്ങളെ ഏകോപിപ്പിച്ച് വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു അനുഭവമാക്കി തീർക്കുന്നതാണ് സമാകലനം. എന്താണ്? പഠനാനുഭവങ്ങളെ ഏകോപിപ്പിച്ച് വിദ്യാഭ്യാസത്തിന് ഉതകുന്ന ഒരു അനുഭവമാക്കി തീർക്കുന്നതാണ് സമാകലനം. ഹ്യൂറിസം എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥമാണ് കണ്ടുപിടിക്കൽ. അടിസ്ഥാന ത്രിമാന സിദ്ധാന്തം ഉപയോഗിക്കുന്നത് വ്യക്തിത്വം അളക്കാനാണ്. പാഠ്യപദ്ധതിയിൽ ഓരോ പാഠഭാഗങ്ങളായി പ്രത്യേകം പ്രതിപാദിക്കുന്ന രീതിയാണ് പ്രകരണ രീതി. സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു ദുർഗാബായി ദേശ്മുഖ്. 1958-59 സ്ത്രീ വിദ്യാഭ്യാസത്തിനായുള്ള ദേശീയ കമ്മിറ്റിയുടെ അധ്യക്ഷയായിരുന്നു ദുർഗാബായി ദേശ്മുഖ്. ഒരു പരീക്ഷയിലെ ചോദ്യങ്ങൾ മുഴുവൻ പാഠഭാഗം ഉൾപ്പെടുത്തുകയും വസ്തുനിഷ്ഠവുമായിരുന്നാൽ ആ പരീക്ഷയ്ക്ക് ഉണ്ട്, വിശ്വസനീയത ഉണ്ട്. ഒരു പരീക്ഷയിലെ ചോദ്യങ്ങൾ മുഴുവൻ പാഠഭാഗം ഉൾപ്പെടുത്തുകയും വസ്തുനിഷ്ഠവുമായിരുന്നാൽ ആ പരീക്ഷയ്ക്ക് വിശ്വസനീയത ഉണ്ട്. DPEP പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ ഏജൻസിയാണ് പെഡസ്ക് എന്ന ഏജൻസിയാണ് DPEP പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയത്. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഴയ കാലങ്ങൾ ഇടയ്ക്ക് കലരുന്ന അവസ്ഥയാണ് പ്രോ ആക്റ്റീവ് ഇൻഹിബിഷൻ.